പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയാം 24 സംപ്രേഷണം ആരംഭിച്ചിട്ട് 6 കൊല്ലം തികയുന്ന ഈ വാർഷിക നിറവിലാണ് മണിയുടെ മീഡിയ സിറ്റിയുടെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നും ഞങ്ങൾ 3 പേരും, ഞാനും എസ് വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിമും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കുറച്ചു കാലമായി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അവതാര പുലികൾ, തെരഞ്ഞെടുപ്പും മറ്റു ചില കാര്യങ്ങളുള്ളത് കൊണ്ട് അവതാര പുലികൾ ഇങ്ങനെ മാറി മാറിപ്പോയിരുന്നു. പക്ഷേ മടയിൽ നിന്ന് പുലികൾ ഇറങ്ങുകയാണ്. പുലികൾ വരിക! ആഷ്മി ഒന്ന് വിളിച്ചോളൂ. ആഷ്മി പുലികൾ വരിക, വിളിച്ചോളൂ. വായോ പുലികളെ, വായോ പുലികളെ വരൂ, പുലികളെ വരൂ. എല്ലാവരും സ്റ്റഡിയായിട്ട് നിന്ന് കഴിഞ്ഞു. പ്രേക്ഷകർ വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു പടം എടുത്തുള്ളൂ. ഒരു അപൂർവമായ ചിത്രമണി 6ാം കൊല്ലത്തിൽ ചിത്രം ഇനി വരില്ല. അപ്പോൾ എല്ലാവരും സ്മൈൽ പ്ലീസ്. പടം പ്രേക്ഷകർ പടം എടുത്തുള്ളൂ. എല്ലാവരും സ്മൈൽ പ്ലീസ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ പുലികളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആസ്ഥാന ഗായകൻ പ്രജിൻസി കണ്ണനും അതുപോലെ പ്രിയതലക്ഷ്മിയുണ്ട്. പാടാൻ അനുജ രാജേഷും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു അല്ലേ? ഈ കുറച്ച് പേര് നമ്മുടെ കാക്കനാടുള്ള സ്റ്റുഡിയോയിലുണ്ട്. ഉന്മേഷ് ശിവരാമനെ പോലെ നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടർ ബി ദിലീപ് കുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. കാര്യം അവിടെ ആളുകൾ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വാർഷികത്തോടൊപ്പം അവരുമുണ്ട്. ഈ കാലിന് സുഖമില്ലായിരുന്നു, സുലൈമാൻ അബ്ദുൽ ഖാദറാ പറയുന്നത്. എന്നിട്ടും 6ാം വാർഷിക നിലവിൽ കുഴപ്പം പിടിച്ച കാലുമായിട്ട് വന്നല്ലോ. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് നാവ് ഉളുക്കുന്നില്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗോപികൃഷ്ണൻ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഈ 6 കൊല്ലത്തെ യാത്രയിൽ ഉടനീളം നേതൃനിരയിൽ നിന്ന ആളാണ് ഗോപികൃഷ്ണൻ. 6ാം വാർഷിക വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗോപിക്ക് എന്താ പറയാൻ? നമ്മുടെ ഉത്തരവാദിത്തം കൂടി വരുന്നു ഓരോ വർഷം കഴിയുന്തോറും. കാരണം മത്സരം കൂടുന്നു. പിന്നെ മാത്രമല്ല, നമ്മളിൽ നിന്ന് പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് 24-ന് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ വിശ്വാസ്യതയ്ക്കൊപ്പം വേറിട്ട പരീക്ഷണങ്ങൾ കൂടി നടത്തിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ ചാലഞ്ച് ഉള്ളത് എങ്ങനെയൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, വാർത്തയിലെ വിശ്വാസ്യതയും അതിൻ്റെ ആധികാരികതയും ഒന്നും ചോരാതെ തന്നെ ഇത്ര കൃത്യതയോടുകൂടി കൊടുക്കുകയും പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വാർത്താ അവതരണ രംഗത്ത് കുറേ പരിചയവും ഒക്കെ ഉള്ള ഒരാളാണ് അനുജ രാജേഷ്. അനുജ ഇപ്പം 24-നൊപ്പം യാത്ര തുടങ്ങിയിട്ട് കൊല്ലം 6 ആറായി. ഈ 6 കൊല്ലത്തിനിടയിൽ വല്ല പതർച്ച ഉണ്ടായോ അതോ പുലി പതുങ്ങരുതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്? അതല്ലേ, ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഇപ്പോൾ 24-ന്റെ 6ാം വാർഷികം എന്നതിനൊപ്പം തന്നെ SKN മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിൻ്റെ 6 വർഷത്തിൻ്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാനിതിനെ അടയാളപ്പെടുത്തുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് പിന്നീട് എല്ലാ ചാനലുകളും ഈ 24 എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുകരണമാണ് പിന്നീട് കണ്ടത്. 24 കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് ഒരു ചാനലിലും പിന്നീട് പോകാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇനി അടുത്തത് എന്താണ് 24 കൊണ്ടുവരുന്നതെന്ന് നോക്കിയാണ് പ്രേക്ഷകരിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ചാനലുകളും ഒരുപക്ഷെ അപ്പുറത്തേക്കൊരു പുതുമ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അനുജ പറഞ്ഞ കേട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. അപ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. അമൽ AS ചോദിക്കുന്നത് SKN 24-ന്റെ പിറന്നാൾ ആശംസകൾ. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യൻ ഷീജ എന്ന ഞങ്ങൾ അടച്ചുറപ്പായ ഒരു വീടില്ല, ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തരുമോ? അമൽ AS, താങ്കൾക്ക് അതായത് നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടില്ലെങ്കിൽ ഈ ജന്മദിനത്തിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു വീട് വെച്ച് തരും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ് അല്ലേ? ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ വാർത്താ സംഘം വന്ന് അന്വേഷിക്കും, നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുണ്ടോ, നിങ്ങളുടെ സാഹചര്യം എന്താണ്. കാര്യം ഈ ധനസാധ്യതയുള്ള ധനാഠ്യന്മാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് 24-ന്റെ അജണ്ടയല്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ളൊരു മിഷനാണ് നമ്മുടെ ഈ വീട് പദ്ധതി. അപ്പോൾ PP ജെയിംസൊക്കെ അതിൻ്റെ ആളാണ്, വീട് പദ്ധതിയുമായിട്ട് ചേർന്നിട്ട് കുറച്ച് കാലമായി. അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കൊച്ചിൻ ബ്യൂറോയിലേക്ക് ഒന്ന് പോകണമെന്ന് ചെയ്യാം. അവിടെ എന്തോ വിജയം നടക്കുന്നത് കൊച്ചിൻ ബ്യൂറോയിൽ തനേഷ് തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അവർ അടിച്ചു പൊളിക്കൂ. തമ്പി, തനേഷ് തമ്പി, എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഗുഡ് മോർണിംഗ് SKN. അവിടെയുള്ള എല്ലാ അവതാര പുലികൾക്കും ഇന്ന് പിറന്നാൾ ആശംസകൾ. ഞങ്ങളിപ്പോൾ ഈ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചിതറി പല ഗ്യാങ്ങുകളായി തിരിഞ്ഞ് ഈ നഗരത്തിന്റെ പല മേഖലകളിലും ഞങ്ങൾ എത്തുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തുന്നത്. അവർക്കൊരു മധുരമൊക്കെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന് തൊട്ടു മുൻപ് എന്തായാലും
ഈ പരിപാടിയിലേക്കൊന്ന് വരാം എന്ന് കരുതിയിട്ടാണ് SKNനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇല്ല, കാരണം കുറേ ആളുകളൊക്കെ മറ്റു ഷൂട്ടുകളുമായി ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിതിൻ അമ്പജനുണ്ട്. നിതിനെ എങ്ങനെയുണ്ട്? നമ്മുടെ 6 വർഷമായി. ഇതിനാണെങ്കിൽ ഡൽഹിയിലായിരുന്നു, ഇപ്പം കൊച്ചിയിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? അതെ, കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ സെറ്റായി വരുന്ന 6 വർഷം. ആദ്യമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ആഘോഷം ആനിവേഴ്സറിയിൽ പങ്കാകുന്നത്. പിന്നെ കൊച്ചി ടീമിനൊപ്പം ആദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. SKN ഫയർ ബ്രാൻഡ് യുവാക്കളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കൊച്ചിയിൽ. ഇതിപ്പോൾ നമ്മുടെ ശ്യാം കുമാർ ഇവിടെ പൊളിയല്ലേ, നമുക്ക് അടിച്ച് പൊളിച്ച് 6 വർഷമായിട്ട് പോവുകയാണ്. വാർത്തകളൊക്കെ കാട്ടി നമുക്കൊരു പേരിട്ടല്ലോ, കുറുവ സഹോദരന്മാർ. നമ്മളൊരു പേരിടുന്നു. ഇവരാണ് ഈ കുറുവ ഗ്രാമത്തിലെത്തി കുറുവ കക്ഷികളെയൊക്കെ തന്നെ വായിക്കാൻ ശ്രമം നടത്തി. തിരുട്ട് ഗ്രാമത്തിലെത്തി അവര് നോക്കി വെച്ചിട്ടുണ്ട്. കുറുവ ബ്രദർ ഇവരെ കുറുവയിൽ നിർത്തുന്നില്ല. ഇനി ഒരുപാട് അന്വേഷണങ്ങളുമായിട്ട് അവര് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കൂടുതൽ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും എന്ന് തോന്നിപ്പിച്ചാണ്. അതുകൊണ്ട് അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ 6ാം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ സന്തോഷം മറ്റത്. സന്തോഷം അത്രേ ഉള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. അശ്വിന്, നമ്മുടെ ക്യാമറാമാൻമാരെ സാരഥികൾ ഇവരെല്ലാവരും ഉണ്ട്. കുഴപ്പമില്ല, 2 മാസങ്ങൾ വന്നിട്ട് എന്നാലും അടിച്ചു പൊളിക്കുന്നു. അടിപൊളിയാണ്. സന്തോഷം സന്തോഷം. അങ്ങനെ SKN എല്ലാവർക്കും സന്തോഷമാണ്. 6ാം വാർഷികം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ബ്യൂറോയിലെ റീജിയണൽ ടീമാണ് നിങ്ങൾ കണ്ടത്. ഇവരായിരുന്നു തിരുട്ട് ഗ്രാമത്തിലും തേനിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി നമ്മുടെ ഇവിടെ നാട്ടിലെത്തി അലോസരം ഉണ്ടാക്കിയ കുറുവാക്കാരെ അന്വേഷിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ നിങ്ങൾ ഈ കുറുവാ പ്രദേശത്ത് വിളിക്കണ്ടല്ലേ, കാര്യം പോലീസ് ചിലപ്പോൾ തപ്പിക്കളയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സിറിയയിലൊക്കെ വലിയ പ്രശ്നം നടക്കല്ലേ. VP ജെയിംസിനോട് ചോദിച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞു ഇടവേളയുടെ ആവശ്യമുണ്ട്. VP എന്തുവാ ഇപ്പോൾ സിറിയ നടക്കുന്നത്? അതിനുമുമ്പ് നമ്മളുടെ ഏറ്റവും അഭിമാന നിമിഷം റോമിൽ നടന്നത് ഫാദർ PP ജെയിംസ് എന്നുള്ളതിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ രാത്രി ഏതാണ്ട് 2-3 മണിക്കൂർ ഒരുമിച്ച് അവിടെ നിന്ന് നേരിട്ട് അവിടെ നിന്നല്ല ഇവിടെ ഇരുന്നുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ നമുക്കൊരു കാര്യം ചെയ്താലോ. ഇപ്പം ഞാൻ കണ്ട പല ഫാദർമാർക്കും ഒരു വീട്ടുപേരോ എന്തെങ്കിലും ഒരു തറവാട്ട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഫാദർ PP പൊന്തക്കാടൻ അങ്ങനെ പറയാൻ പറ്റില്ല. വീട്ടുപേര് പുന്നേലിപ്പറമ്പിൽ. എങ്കിൽ അത് പിന്നെ അയാതായിക്കോട്ടെ. ഫാദർ PP ജെയിംസ് പുന്നേലിപ്പറമ്പിൽ. പക്ഷേ ഞാൻ എല്ലാ മതങ്ങളെയും എല്ലാ ധാരകളെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി കോൾഡ് ആസ് എ ഫാദർ. Father. You are a father. You have 2 children. I'm a young Turk. Okay. You are Turkey. അപ്പോൾ തുർക്കികളെ എന്ത് വിളിക്കും എന്നുള്ളത്. ഓക്കെ. നാളെ മുതൽ ഞങ്ങൾ സാറിനെ ഫാദറായിട്ട് കണ്ടാൽ മതിയോ? നാളെ മുതൽ ഞങ്ങൾക്ക് സാറിനെ ഫാദറായിട്ട് കണ്ടാൽ വേണ്ട. അപ്പോൾ എന്തായാലും SKN ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, കർദിനാളായിട്ട് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് സ്ഥാനമേറ്റു. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്നത്. നേരത്തെ ഒരു ചെറിയ സംഭവം, ചെറിയ അപറേഷനുണ്ട്. മാർ വർക്കി വിധേയത്തിൽ അദ്ദേഹം വൈദികനായിരുന്നു, റെഡംസ്റ്റ് വൈദികനായിരുന്നു. അവിടെ നിന്ന് മെത്രാനായി, മേജർ ആർച്ച് ബിഷപ്പായി, പിന്നെ കർദിനാളായി. ഏതാണ്ട് ചെറിയ വ്യത്യാസത്തിലാണ്. ഇത് ഒറ്റ പോക്കാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമാണ് ഈ ഇന്ത്യയിൽ. മറ്റു രാജ്യങ്ങൾ കൊച്ചിയിൽ നിന്ന് പോയാൽ ദുബായ് ലാൻഡ് ചെയ്ത് അമേരിക്ക ഇറങ്ങി. അതെ. മാർപ്പാപ്പ 11 യാത്രകൾ നടത്തിയപ്പോൾ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിയത് നമ്മുടെ മലയാളിയായിട്ടുള്ള മാർ ജോർജ് കൂവക്കാട്ടാണ്. ഒരുപക്ഷെ വത്തിക്കാനിൽ തന്നെയാണ്. 25 വർഷമായിട്ട് വത്തിക്കാനിലാണ്. 99 പഠിക്കാൻ പോയതാണ്. ഇപ്പോൾ വലിയ ചങ്ങനാശ്ശേരി രൂപതാംഗാണ്. സീറോ മലബാർ സഭയുടെ 5ാമത്തെ കർദിനാളാണ്. നേരത്തെ SKNൊക്കെ ഓർക്കുന്നുണ്ടാവും. മാർ ജോസഫ് പാറേക്കാട്ടിൽ, മാർ ആന്റണി പടിയറ, മാർ വർക്കി വിധേയത്തിൽ, മാർ ജോർജ് ആലഞ്ചേരി 5ാമത്തെ കർദിനാളാണ്. പിന്നെ സിറിയയുടെ കാര്യം ലൈറ്റ്നിങ് സ്പീഡിലാണ്, മിന്നൽ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അലപ്പോ എന്ന സിറിയയുടെ 2ാമത്തെ നഗരം വീണു. ഇപ്പോൾ 3ാമത്തെ നഗരം വീണിരിക്കുന്നു, ഹോംസ് വീണാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം SKNോട് പറഞ്ഞാണ് ഡെമാസ്കസിലേക്കാണ് ലക്ഷ്യം, തലസ്ഥാനം വീഴാൻ പോകുന്നു എന്ന് മാത്രമല്ല SKN അത് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ സിറിയയുടെ പ്രസിഡന്റ് ബഷാർ അൽ അസാദ്, അദ്ദേഹം അവിടുന്ന് വിമാനത്തിൽ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. അവിടുത്തെ സൈന്യത്തെ ഡിസ്മാൻഡിൽ ചെയ്ത് അവർ യൂണിഫോം മാറ്റിവെച്ചു. എന്ന് വെച്ചാൽ സിറിയ വിമതസേനയ്ക്ക് മുന്നിൽ വീഴുന്നുവെന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് സിറിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സിറിയയെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ആദ്യമായിട്ട് വിമതസേന കംപ്ലീറ്റ് ആയിട്ട് ഭരണം പിടിച്ചടക്കുകയാണ്. പ്രേക്ഷകരിപ്പോൾ ഒരു സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട്. അഥവാ യുക്രൈനിൽ യുദ്ധം അവസാനിച്ചാലും PP ജെയിംസിന്റെ പണി പോവില്ല.
അല്ല ഒരു കാര്യമുണ്ട്, യുദ്ധങ്ങളൊന്നും നമ്മുടെ പത്രപ്രവർത്തനമായിട്ട് ബന്ധമില്ല എസ് കെ എൻ. യുദ്ധം നമ്മള് എസ് കെ എൻ 6 വർഷത്തെ കാര്യങ്ങൾ ചോദിച്ചല്ലോ. 6 വർഷത്തിനിടയിൽ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും നമ്മൾ വളരെ ഇതായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും. അപ്പൊ യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം. ഏതാ പ്രജിൻ? വയലാർ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സങ്കടകരമാണ് കാര്യങ്ങൾ. ഇന്ത്യക്കാരോട് തിരിച്ചു വരാൻ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യക്കാരോട് മുഴുവൻ 90 പേരേ ഉള്ളൂ, എല്ലാവരും തിരിച്ചു വരാൻ പറഞ്ഞു. മറ്റേ കുവക്കാട്ടിന്റെ കാര്യം ചോദിച്ചാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ സംസാരിച്ചത് മുഴുവൻ യുദ്ധം മൂലം വഴിയാധാരമാക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ്. അവർ വഴിയിൽ കിടക്കുകയാണ്. അന്തർദേശീയ ന്യൂസ് കണ്ടിട്ടായിരിക്കും UK എന്നൊരു അജീഷ് നമ്മുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അജീഷ്. അജീഷ് നേരത്തെ എഴുന്നേറ്റെന്ന് തോന്നല്ലോ ഇന്ന്. UK എന്നല്ലേ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന രാത്രി 12 മണിക്ക്. ഇവിടെ ഒരു 3 മണിയാവുന്നേ ഉള്ളൂ വെളുപ്പിനെ. അതെനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു എന്തോ കർമാനന്തരം എഴുന്നേറ്റതാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ UK എന്ന് പറയുന്നതിനേക്കാളും എന്റെ നാട്ടുകാരനാണ്. ഞാൻ കൊട്ടാരക്കരയാണ് സ്ഥലം. കൊട്ടാരക്കരക്കാരനാണോ? ഓ, ഈ കൊട്ടാരക്കരക്കാരെ കൊണ്ട് ഇപ്പോൾ ആൾക്കാർ സൈകിട്ടിരിക്കാം. മധു കൊട്ടാരക്കര, ബൈജു കൊട്ടാരക്കര, ശ്രീകണ്ഠൻ കൊട്ടാരക്കര, കുറെ കൊട്ടാരക്കരമാര്. അപ്പൊ അജീഷ് എവിടെ UK എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ മെയിൽ നേഴ്സാണ്. അപ്പൊ നമ്മുടെ അവതാരകരെല്ലാവരും ഉണ്ട് കേട്ടോ. മാത്രമല്ല UK ഒക്കെ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന PP ജെയിംസ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എല്ലാരെയും ഞാൻ കുറച്ചു പേരെ നേരിട്ട് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ പ്രേക്ഷക സംഗമത്തിന് ഞാൻ എറണാകുളത്ത് എത്തിയിരുന്നു. നാട്ടില് വന്ന സമയത്തായിരുന്നു. അതിന് മുന്നേ ബുക്ക് ചെയ്ത് എത്തിയിരുന്നു. എല്ലാരെയും നേരിട്ട് കണ്ടിരുന്നു. ഹാഷ്മിയെ നേരിട്ട് സെൽഫി എടുത്തിട്ടുണ്ട്. വിജയകുമാർജിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാരെയും കണ്ടിട്ടുണ്ട് നേരിട്ട്. ഹാഷ്മി ഗുരുവായൂർ കേശവനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അജീഷ് വളരെ സന്തോഷം. ഈ 6ാം വർഷത്തിന്റെ നിറവിൽ തന്നെ താങ്കളെ കണ്ടുമുട്ടതിൽ താങ്കൾക്കും സന്തോഷത്തിന് നിറവുണ്ടാകട്ടെ ജീവിതത്തിൽ. ടീം 24 എന്റെ വക എല്ലാവിധ ജന്മദിന ആശംസകൾ. താങ്ക് യു അജീഷ്. UK എന്നാണ് അജീഷ് ചേർന്നത്. അതുപോലെ പ്രേക്ഷകർക്കും ഈ 6ാം വർഷത്തിന്റെ നിറവിൽ ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം. QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ മൈക്കും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൂം വഴി നമ്മളോട് സന്ധിക്കാം. അപ്പോൾ സന്ധിക്കും വരെ വണക്കം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികളുമായിട്ട് ഇങ്ങനെ സംഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. ചില ലാലുപ്പോൾ പറയുന്ന എല്ലാ പുലികളെയും കണ്ടു, പക്ഷേ സ്മിതയെ കണ്ടില്ല. അവരെവിടെയെന്ന് ചോദിക്കുക. സ്മിത അവധിയിലാണ്. മറ്റു ചില ആൾക്കാർ നമ്മുടെ അത്യാവശ്യം മറ്റു ചില ജോലികളാണ്. നമ്മുടെ അവതാര പുലികളിൽ കുറേ ആൾക്കാർ കൂടി ബാക്കിയുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം. അവരൊക്കെ ന്യൂസ് ഡെസ്കിലും മറ്റു ചില സ്ഥലത്തുമൊക്കെ കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് പ്രേക്ഷകരിലെ ചൂടും ചൂരും ചോരാതെ പ്രേക്ഷകരിൽ ഈ വാർഷിക ദിനം എത്തിക്കാൻ അവർ പെടാപാട് വിട്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് കൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കണം. കൃഷ്ണ, ഈ മോർണിംഗ് വാക്ക് ഒക്കെ തുടങ്ങിയ ശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നന്നായിട്ടുണ്ട്. കാരണം രാവിലെ നമ്മൾ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്നല്ല, നാട്ടുകാരുടെ കാര്യം നാട്ടുകാർക്ക് കുഴപ്പമുണ്ടോ? ഹാഷ്മി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ ഈ മോർണിംഗ് വാക്കിന്റെ ഉദ്ദേശം? മോർണിംഗ് വാക്കിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മോർണിംഗ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിലുണ്ടല്ലോ MOU അതും വരും. ശരിയാ, ഉപയോഗിക്കണം. തീർച്ചയായിട്ടും ആകാതിരിക്കട്ടെ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് കൂടുതൽ അടുക്കുക, അതേപോലെ തന്നെ മാനസികമായും അതെ, ഓരോ ദിവസവും നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് വരുന്നുണ്ട്. അവരെ TV-യിലൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു പരാതിയുണ്ട്. നമ്മുടെ പ്രജിൻ പാടുന്നത് കണ്ട് കൃഷ്ണയും പാടി തുടങ്ങുന്നു. വ്യാപകമായ പരാതിയാണ്. മാത്രമല്ല ഒരു പഴഞ്ചൊൽ പ്രപഞ്ചവും വന്നു വെട്ടം മണി വഴി. ആന മുക്കുന്നത് കണ്ട് അത്യാവശ്യം പാടും. പക്ഷേ ഇന്ന് നടക്കാൻ പോയപ്പോഴേ അവസാനം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയത്ത് നാട്ടുകാരൊക്കെ വന്നു. എല്ലാവരും പരിചയപ്പെടാം. ആട്ടി ഓടിച്ചോ? അവലില്ല, ആട്ടി ഓടിക്കുമായിരുന്നു. അടിയും കിട്ടിയനെ. തൊട്ടടുത്തൊരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുക ഒരു ആൽത്തറയില്. അപ്പൊ ചേട്ടനെ നോക്കി ചേച്ചിയുടെ കമന്റാ, ഇവിടെ മലയാളികൾ മാത്രമല്ല പുറം ലോകത്തുനിന്ന് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ മലയാളിയാണ്. ഒന്നും മനസ്സിലാകാത്ത പോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭാഷ മനസ്സിലാകാത്ത ആളായിരിക്കും. ബംഗാളിൽ നിന്ന് എത്തിയവരുണ്ട്. അദ്ദേഹം അത്രയല്ലേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ക്ഷമയുടെ നെല്ലിപ്പലക അല്ലെ. മലയാളികൾ അല്ലാത്തവരും റീജിത്ത്, നിങ്ങൾക്കറിയാം നമ്മുടെ പുലികളിൽ ഒരാൾ. റീജിത്തെ 6 കൊല്ലം ആയോ? പൂർത്തിയായോ? പൂർത്തിയായി. ഞാൻ ഈ വാർത്തായാത്രയ്ക്കൊപ്പം തുടക്കം മുതൽ തന്നെ ഉണ്ട്. വലിയ സന്തോഷമുണ്ട്. വലിയ കഴുത്തിൽ സ്വർണ്ണമാലയുണ്ടോ?
ഇല്ലല്ലോ. ഇല്ല. ഒരു ബട്ടൺ തട്ടിയിട്ടേക്കുന്ന പോലെ. അതെ അതെ, സാധാരണ ആൾക്കാർ സ്വർണ്ണം ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ കയ്യില് മോതിരമില്ല, ഒന്നും ഉപയോഗിക്കും. അതൊക്കെ ഞാൻ ഇതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. പോലും ഉപയോഗിക്കാറില്ല. എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ഞാൻ സിമ്പിൾ ആണെന്ന്. സിമ്പിൾ ആയതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്? അതുപോലെ താങ്കൾ ഒരു കോടീശ്വരനാണെന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ഞാനത് നിഷേധിക്കില്ല. എനിക്കത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് നിഷേധിക്കും. ഏക്കർ കണക്കിന് സ്ഥലം, ഒരുപാട് വീടുകൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഹാഷ്മി ചേട്ടനാണ് ഇവിടുത്തെ എല്ലാവരുടെ സ്വത്ത് വിവരങ്ങൾ അറിയാം. അതെന്താണെന്ന് അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് പാവങ്ങളുടെ മമ്മൂട്ടി എന്നൊക്കെ വിളിക്കുന്നത്? അതെ, സ്നേഹം വലിയ വലുത് എന്നുള്ളത് ഹാഷ്മിയുടെ ഒരു നയപരിപാടി. വിജയകുമാർ, ഈ ഒരുപാട് സമ്പത്തുകൾ കുന്നുകൂടുക, അതിന്റെ മുകളിൽ കിടന്ന് അഭിരമിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ വിജയന്റെ ഒരു അഭിപ്രായം എന്താ? എന്തത്? പണം കണ്ടാ പിടിക്കും, പണം കണ്ടാ പിണവും വാ പൊളിക്കുമെന്നല്ലേ പറയുന്നത്? ദാനം ചെയ്യണം, ആളുകളെ, പാവങ്ങളെ സഹായിക്കണം. പണി നിർത്തും. സത്യസന്ധമായ കാര്യം പറയാം. എന്നോട് പറഞ്ഞു 2 കോടി രൂപ കിട്ടിയാൽ പണി നിർത്തും. എന്നോട് പറഞ്ഞു, എന്നിട്ട് ഞാൻ വരും. അതുകൊണ്ട് ഓഫീസിന് 24 കാക്കനാട് ഓഫീസിന് താഴെ വന്ന് വിളിക്കും. ആ വിജയ ഫ്രീ ആണോ, ഒന്ന് ഇറങ്ങി വരും, ചായ കുടിക്കാം. അപ്പൊ ചോദിക്കും, ആ എസ്കേനൊക്കെ അവിടെ ഉണ്ടോ ഇപ്പോഴും? പിന്നെ ഗോപിയാണോ ഇപ്പോഴും എക്സിക്യൂട്ടീവ് എടുത്തത്? എന്താണേ വല്ലോ നടക്കുമോ? അതല്ല, റീച്ചിന് 2 കോടി ഉണ്ടായ ഞാൻ പ്രതീക്ഷിക്കുന്നറിയോ, എടാ എസ്കേൻ ഇത് പറഞ്ഞില്ലെന്ന് പറയാമോ? ഞാൻ കുറച്ച് കാലമായി ആളുകളെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണം. ഞാൻ കാണിച്ചു, ഞാനൊരു ചാനൽ തുടങ്ങി 2 കോടി വെച്ച് പെരുമാറി നിന്നെ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള. അതല്ല, റീജിത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ മറ്റേ ഇന്നസെന്റ് ഗിൽക്കത്തിൽ അടിച്ചിട്ട് വരുന്ന ലോട്ടറി എടുക്കാറുണ്ടോ? ലോട്ടറി എടുക്കാറുണ്ടോ? ബമ്പർ വരുന്ന സമയത്ത് മാത്രമേ ലോട്ടറി എടുക്കാറുള്ളൂ. സാർ അത് മതിയല്ലോ, അത് മതിയല്ലോ. എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല, എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ കൂട്ടമായി ലോട്ടറി എടുത്ത സമയത്ത് അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്. കണ്ടാ പറയത്തില്ല. 500 രൂപയാണ് അടിച്ചത്. വെള്ളം വേണ്ട. ആലിംഗൽ സാർ വരുന്നു. ശ്രീ ആലിംഗൽ മുഹമ്മദ് നമ്മുടെ ഈ 6ാം വാർഷിക നിർമ്മിതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഗൾഫിലുടനീളം പേരും പെരുമയും ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മഹാസ്ഥാപനമാണ്. ആരോഗ്യരംഗത്ത് വലിയൊരു പേരുണ്ടാക്കിയ സ്ഥാപനമാണ്. അദ്ദേഹം 24ന്റെ ചെയർമാനാണ്. അതിനുപരി നമ്മൾ ഒരുപക്ഷെ ഈ നിങ്ങൾക്കറിയാം, ഏത് സ്ഥാപനം തുടങ്ങണമെങ്കിലും, പ്രത്യേകിച്ച് വാർത്താ ചാനലോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലൊക്കെ തുടങ്ങാൻ ഒരുപാട് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ നിക്ഷേപം നടത്താൻ പല ആളുകളും റിസ്ക് എടുക്കത്തില്ല. കാരണം ഇതൊരു റിസ്ക്കാണ്. കാരണം പ്രത്യേകിച്ച് മാധ്യമത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരാരും ചെയ്തില്ലെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയില്ലാത്തവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചളയരുത്. അപ്പോൾ എന്നാൽ നമുക്കൊരു മാറ്റത്തിൻ്റെ കാറ്റുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആത്മവിശ്വാസമുള്ള, ഒരുപക്ഷെ ഈ വാർത്താ ചാനൽ തുടങ്ങാൻ ഏറ്റവും നിർബന്ധം പിടിച്ച ഒരാളാണ് ശ്രീ ആലിംഗൽ മുഹമ്മദ്. അദ്ദേഹത്തിന് ഒരുപാട് ചാരിറ്റി ഇടപാടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. കേരളം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു നോവാണ്. കാര്യങ്ങളൊക്കെ നേരെ പോകുന്നില്ലല്ലോ എന്നെപ്പോഴും പറയും. മാത്രമല്ല, ഈ വാർത്താ ഇടങ്ങളിലൊക്കെ തന്നെ പക്ഷപാതമേ കാണിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെയർമാൻ കൂടിയാണ്. അഭിമാനത്തോടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കുന്നു. ശ്രീ ആലിംഗൽ മുഹമ്മദ്. അതിവേഗത്തിൽ വളരുന്ന വാർത്താ ചാനൽ എന്ന നിലയിലേക്ക് 24നെ എത്തിച്ചത് പ്രേക്ഷകരാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തെ സ്വന്തമായി കാണുന്ന ജീവനക്കാരും. ശ്രീകണ്ഠൻ നായർക്ക് പിന്നിൽ ഒരു കുടുംബത്തെ പോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന 100 കണക്കിന് ജീവനക്കാരുണ്ട്. പ്രേക്ഷകരോടും ചാനൽ കുടുംബാംഗങ്ങളോടും ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഇനിയും കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും എൻ്റെ ആശംസ. താങ്ക് യു ശ്രീ ആലിംഗൽ മുഹമ്മദ്. അപ്പം ഹാഷ്മി, ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണല്ലോ. എസ് കെ നമ്മുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം, അവിടെ ഒരു ചേച്ചി ഗീതേച്ചി എസ് കെനോട് പറയുന്നു, ആഗ്രഹം ചോദിക്കും. എസ് കെനോട് ഗീതേച്ചി പറയുന്നു, ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒന്ന് വിമാനത്തിൽ കയറണം. എസ് കെൻ അപ്പം തന്നെ ഓഡിറ്റർ മണി ആനന്ദ ശിവ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏൽപ്പിച്ചു കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി. ഞാൻ ചോദിച്ചു എവിടേക്കാ പോകേണ്ടതെന്ന് ചോദിച്ചു. ദുബായ് എന്ന് പറഞ്ഞു. ദുബായ്. അപ്പൊ ചേച്ചി
ചേച്ചി എയർപോർട്ടിൽ എന്തോ എത്തിയിട്ടുണ്ടെന്ന് ഫ്ലൈയാ. അപ്പൊ മാത്രല്ല ഈ നമ്മുടെ ഓഡിറ്ററാണല്ലോ മണി അനന്തശിവം. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സംശയം, ഈ ചേച്ചിയെ വിമാനത്തിൽ കയറ്റി വിട്ട് അവിടെ ദുബായിലും കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ചേട്ടൻ്റെ ഓഡിറ്റ് തെറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കൂടെ പോവാ. ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ് മണി അനന്തശിവൻ സാർ. അപ്പോൾ കൂടെ ഒക്കെ പോയി ഗീത ചേച്ചിക്ക് അവിടെ ഒരു നല്ല ഹോട്ടലൊക്കെ താമസിച്ചു, അത്യാവശ്യം ചൈനീസ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അല്ലേ. ആലപ്പുഴയിലെ മറ്റേ മീൻകറി കഴിച്ച് പരിചയമുള്ള ചേച്ചിക്ക് അവിടുത്തെ മീൻകറിയുടെ സ്വാദ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ചേച്ചി ഇപ്പോൾ എയർപോർട്ടിലാണ്. ശ്യാംകുമാർ ഉണ്ടല്ലോ. ശ്യാംകുമാർ തയ്യാറാക്കി റിപ്പോർട്ടാണ് വരുന്നുണ്ട്. നമ്മളോടൊപ്പം ഇന്നും ഉള്ളത് വളരെ സന്തോഷം നൽകുന്ന, നമുക്ക് 24-ന് വളരെ സന്തോഷം നൽകുന്ന ഒരു അതിഥിയാണ്. ആലപ്പുഴ സ്വദേശി ഗീത ചേച്ചിയാണ് നമ്മളോടുള്ളത്. കഞ്ഞിക്കുഴിക്കാരിയാണ് ഗീത ചേച്ചി. നമ്മുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് ഗീത ചേച്ചിക്ക് വിമാനയാത്ര നടത്തണമെന്നുള്ളൊരു ആഗ്രഹം പറയുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഗീത ചേച്ചി പറയും. സുജിത്ത് എന്ന് പറയുന്ന കർഷകൻ ആണ് ഇതിന് ഒരു കാരണക്കാരൻ. കാര്യം വീട്ടിൽ ഞാൻ കൃഷി ചെയ്തു, അത് സുജിത്ത് വന്ന് കണ്ടു. അങ്ങനെ കണ്ടാണ് ഇവിടുന്ന് 24-ന്ന് ശ്രീകണ്ഠ സാറ് വീട്ടിൽ റിപ്പോർട്ട് എടുക്കാനായിട്ട് വീട്ടിൽ അവിടുന്ന് ആൾക്കാരെ വിട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴ 24-ന്റെ ജില്ലാ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടാണ് പോയത്. ഒക്ടോബർ 10-ാം തീയതിയാണ് വീട്ടിൽ വന്നത്. 13-ാം തീയതിയുള്ള ജില്ലാ സമ്മേളനത്തിന് അവിടെ ചെല്ലാനായിട്ട് ക്ഷണിച്ചു പോയി. എൻ്റെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. ഞാനവിടെ പോകുന്നത് അവിടെ ആ ജില്ലാ സമ്മേളനം കാണുന്ന ഒരാളായിട്ട് വിളിച്ചു എന്ന് കരുതിയാണ് നമ്മളവിടെ പോയത്. നമ്മളൊരിക്കലും ഈ ഫ്ലോറിലോട്ട് വിളിക്കുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് കഴിഞ്ഞാണ് ഫ്ലോറിലോട്ട് വിളിച്ച്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ സാറ് അത് പറഞ്ഞപ്പോഴത്തേനാണ് അനന്തശിവ സാറ് വന്ന് എൻ്റെ ആഗ്രഹം സാറ് സഫലമാക്കി തരുമെന്ന് പറഞ്ഞ്. നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു ആഗ്രഹം നടന്നതിൽ നമ്മുടെ പ്രേക്ഷകരോട് ഉൾപ്പെടെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പ്രേക്ഷകരും എല്ലാവരോടും എനിക്ക് നന്ദി കടപ്പാടും നന്ദിയുണ്ട്. SKNനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ദുബായിലേക്ക് പോവുകയാണല്ലോ. സാറിനോട് സാറിനോടാണ് ഏറ്റവും കൂടുതൽ. സാറാണല്ലോ ഇങ്ങനെ ഒരു അവിടെ പറയും ഇതല്ലേ. പിന്നെ ഞാൻ എപ്പോഴും ഫ്ലോറിലും പറയും സാറിനെ കാണണം, സംസാരിക്കണമെന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇതുവഴി നടന്നു. ഒന്നല്ല, ഇപ്പോൾ 2 പ്രാവശ്യം സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് പറ്റി. ഏറ്റവും കടപ്പാടും നന്ദിയും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. 24-ന്റെ 6ാം വാർഷിക ദിനത്തിൽ ഗീത ചേച്ചിയുടെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് 24 കുടുംബം. ടീം 24 കൊച്ചി. അപ്പോൾ എന്തായാലും ഗീത ചേച്ചി, ആഷ്മി, നമുക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പോൾ എല്ലാവരും ഒരു ടാറ്റ കൊടുത്തേര് കാര്യം. ഓക്കെ. മാത്രമല്ല മറ്റേ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് പോയൊരു ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. അതായത് അവർ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് അവർ കഴിച്ചില്ല. ഇതിന് ചാർജ് ചെയ്യുമെന്ന് വിചാരിച്ച്. ചേച്ചി അവർ വല്ല ഫുഡ് വല്ലതും നന്നാ കഴിച്ചോളണം അല്ലേ. ഓക്കെ, അല്ല കഴിക്കാതിരിക്കുക. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ ആൾക്കാർ അത് ഫ്രീ ആയിരുന്നല്ലോ, എന്താ കഴിക്കാഞ്ഞെന്ന് ചോദിച്ചത്. നമ്മളോടൊക്കെ എന്താണ് ആഗ്രഹം, എന്താണെന്ന് ചോദിക്കാത്തത്? നിങ്ങളെ ഒരു 1.5 കിലോ ആഗ്രഹം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഇനി അത് ബാക്കി. അനുജ രാജേഷ്, ഈ 6 കൊല്ലക്കാല നിറവിൽ എന്താണ് അനുജയുടെ ഒരു ആഗ്രഹം? എനിക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോകണം. ഒരു കാര്യം ജെയിംസ്, ഒരു കാര്യം ചെയ്യാം, അവധി തന്നിരിക്കുന്നു, നീങ്ങിക്കൊള്ളു. അയ്യോ എവിടെ. ഓക്കെ, അപ്പൊ അത് ഗോപികൃഷ്ണന്റെ ഇടപെടാ. അത് കെയർ ഗോപികൃഷ്ണൻ, നോട്ട് ദ പോയിന്റ്. അത് എന്നെ പലരും മുതലെടുക്കുന്നുണ്ട്. ഇവർ കാണിക്കുന്ന അപരാധം മുഴുവൻ എന്റെ തലയെ കെട്ടിയിടാനുള്ള ഭീകരമായ ശ്രമം ഒരു കുറച്ചു കാലമായി നടത്തുന്നു മിസ്റ്റർ കെയർ ഗോപികൃഷ്ണൻ. ഞാൻ മുതലെടുക്കുന്ന ആളല്ല. മുതലില്ല എടുക്കാൻ, എടുക്കാത്തത് അല്ലേ വിജയ?
മുതലെടുക്കുന്നത് നമ്മൾ അനുവദിക്കൂ? ഇല്ല സർ, ഓക്കെ, അനുവദിക്കില്ല. അനുവദിക്കാം. ഞാൻ തന്നെയല്ല, ഞാനാണ് ആങ്കർ ഷിഫ്റ്റ് ഇടുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അതായത് അവതാരകർ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന ഈ ദിവ്യ പുരുഷനാണ്. അത് KRG-ക്കൊന്നും അതിൽ റോളില്ല. ഇല്ല. അല്ല, അത് സ്ക്രീനിലും ഇല്ല, ഇതിൽ മാത്രമല്ല. വിജയകുമാർ പുണ്യാളൻ. നമുക്കൊരു വാർത്ത വരും. വിജയകുമാർ അധികാരത്തിന്റെ ദാർഷ്ട്യം കാണിച്ചപ്പോ അധികാരത്തിന്റെ ഡയലോഗ്. മാത്രമല്ല എൻകൗണ്ടറിലെങ്ങാനും കിട്ടിയ കംപ്ലീറ്റ് പൊട്ടിച്ചെടുക്കും. മാത്രമല്ല ഹാഷ്മിയെ കുറിച്ച് ചില സ്തുതിവചനങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുൻ മന്ത്രി G. സുധാകരൻ. അതാണോ സ്തുതി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വഴിക്കൊന്നും ആലപ്പുഴ വഴിയൊന്നും പോകരുത്, ബാക്കി കാണും. ഒരു കാര്യമുണ്ട്, ഇപ്പൊ പറഞ്ഞ വലിയ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞെന്ന് അറിയോ, അവന്റെ ശബ്ദം കേട്ടാ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഗർഭം കലങ്ങുന്നു. അങ്ങനെ പറഞ്ഞു. ഈ ശബ്ദം കുറച്ച് കുറയ്ക്കേ അല്ലേ? ഞാൻ സുധാകരൻ സഖാവിനോട് പറഞ്ഞു ഒക്കെ സംസാരിക്കും. നല്ല ഇന്റഗ്രിറ്റി ഉള്ള മനുഷ്യനാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്റഗ്രിറ്റി ഉള്ള ഒരു 50 പേരെ എണ്ണിയെടുത്താൽ ഉറപ്പ്. G. സുധാകരന്റെ സഹോദരൻ ഭുവനൻ പഠിച്ച ക്യാമ്പസിൽ പഠിച്ച ആളാണ് ഞാൻ. അവിടുത്തെ രക്തസാക്ഷിയായിരുന്നു. അപ്പോൾ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഞാൻ. അപ്പൊ നമുക്ക് ഭയങ്കര ബഹുമാനമുള്ള നേതാവാ. എന്തോ തെറ്റിദ്ധാരണ, പോയി കണ്ട് സംസാരിക്കാന്ന് വിചാരിക്കും. എന്നെ വിശ്വസിച്ച് 24 ഒരു ഇന്റർവ്യൂ കൊടുത്ത് നാശമായി പോയി. അതുകൊണ്ട് ഏഷ്യൻ ന്യൂസ് ഉണ്ടായി. ഏഷ്യൻ ന്യൂസ് അത് ശ്രീകണ്ഠൻ നായർ കൊള്ളക്കാരനാവണമെന്നുള്ളതിൽ വാർത്ത പ്രചരിപ്പിച്ച് കുറച്ച് പേര് കണ്ടു. ലളിതമില്ല, നമ്മളൊക്കെ ഏഷ്യന്റെ ഭാഗമല്ലേ. VP ജെയിംസ് നമ്മളൊക്കെ ഏഷ്യന്റെ ഭാഗമാണ്, മറന്നു. അനുജൊക്കെ ഏഷ്യന്റെ ഭാഗമാണ്. അപ്പൊ വിജയകുമാർ വാർത്ത നമ്മള് കണ്ണൂരിന് പിണറായിക്കടുത്ത് വെണ്ടുട്ടായി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ ഓഫീസിന് നേരെ ആക്രമണം. പക്ഷേ ആ ഓഫീസിന് പ്രത്യേകതയുണ്ട്. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഓഫീസിന് നേരെയാണ് ആക്രമണം. അവിടുത്തെ CCTV ക്യാമറകളും വാതിലുകളും ആകെ തകർത്ത് നാശമായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? ആരാണ് തകർത്തത്? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് KPCC അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യേണ്ട ഓഫീസാണ്, അത് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അരുൺ മറ്റു വിവരങ്ങൾ നൽകും. വിജയകുമാർ, ഗുഡ് മോർണിംഗ് ടു ആൾ. ഈ കണ്ണൂർ വെണ്ടുട്ടായി, പിണറായിലെ വെണ്ടുട്ടായിലെ കോൺഗ്രസ് ഓഫീസാണ് ഇപ്പോൾ പൂർണ്ണമായും ഭാഗ്യമായി തകർത്ത നിലയിലുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് വരെ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അലങ്കാരപ്പണികളും മറ്റുമായി ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യേണ്ട ഓഫീസാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നൊരു കാര്യം. ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ ജനൽ ചില്ലുകളും അതുപോലെ തന്നെ വാതിലുകളുമൊക്കെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ അലങ്കാരത്തിനായി വെച്ചിരുന്ന കൊടിതോരണങ്ങൾ അതെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ചെറിയ തോതിൽ തീയിട്ട് നശിപ്പിച്ചു എന്നും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. പിണറായി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. മദ്യക്കുപ്പികളും ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ആരോപണം ഇതിന് പുറകിൽ CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ്. പക്ഷേ CPM ഇതിൽ ഒരു മറുപടി നൽകിയിട്ടില്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വിജയകുമാർ, പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതെ വിജയകുമാർ, ഇനി നമുക്ക് എന്തായാലും അതൊരു സുഖകരമല്ലാത്ത കാര്യമായി. ഒരു രാഷ്ട്രീയ സഹിഷ്ണുത ആളുകൾക്ക് വേണം, അല്ലേ? അവരാണോ ചെയ്യുന്ന അറിയില്ല. ആരാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പാർട്ടി ഓഫീസുകളൊക്കെ ആക്രമിക്കാവുന്നതും അനുകരണീയമല്ല, ആരും ചെയ്യാനും പാടില്ല. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ടോൾക്കെ വിസ്താര മണിയുടെ മീഡിയ സിറ്റി സ്റ്റുഡിയോയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. 24 ആറാം വർഷത്തിൻ്റെ നിറവിലാണ്. നിങ്ങൾക്കറിയാം, വിശ്വാസികളുടെ 6 കൊല്ലങ്ങൾ. അത് നമ്മൾ വെറുതെ പറയുന്നില്ല. ആഷ്മി പറഞ്ഞതുപോലെ നമുക്ക് പക്ഷപാതമുണ്ട്. ആ പക്ഷപാതം ജനങ്ങളോട് മാത്രമാണ്. എല്ലാ പാർട്ടിക്കാരും നമ്മൾ ചീത്ത വിളിക്കാറുണ്ട്, നമുക്ക് സന്തോഷമേ ഉള്ളൂ, അല്ലേ? ഗോപികൃഷ്ണൻ, ഈ അടുത്ത കാലത്ത് ആരുടെയും തെറി കിട്ടിയിരുന്നോ? ഇല്ല, തെറി കിട്ടിയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നീതിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കും. അതാണ് അതിപ്പോൾ നമ്മൾ മാത്രമല്ല, പല പാർട്ടിക്കാരും നമുക്ക് രാഷ്ട്രീയ പക്ഷപാതമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാലം വാർത്തകൾ കൈകാര്യം ചെയ്ത ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിൽ എന്താ പറയുക ഗോപി? അല്ല, ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങൾ, ഇപ്പോൾ K. സുധാകരൻ്റെ ഒരു ബൈറ്റ് വലിയ ഇഷ്യൂ ആയി. കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ഒരു ബൈറ്റ് അത് വന്നു. അതിന് തൊട്ട് പിന്നാലെ ഹാഷ്മിയുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു. കൊടകര കുഴൽപ്പണ കേസിന്റെ വിഷയങ്ങൾ വന്നു. CPM-നെതിരായിട്ടുള്ള വാർത്തകൾ വന്നു. ഈ വാർത്തകളൊക്കെ ഒരേ തുലാസിൽ തൂക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയാണ് നമ്മളത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരേ പ്രാധാന്യത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വാർത്തകൾ നോക്കിയാൽ മാത്രം മതി. നമ്മൾ ഈ കാര്യങ്ങളിൽ നമുക്ക് ഒറ്റ പക്ഷപാതപരമായിട്ട് ഒറ്റ കാര്യം, നീതിയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. ഈയിടെ വിജയകുമാർ ഒരു അവകാശവാദം ഉന്നയിച്ചു. അതായത് ഇങ്ങനെ
വിജയൻ്റെ ഈ രാഷ്ട്രീയ ചിന്താഗതികൾ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചിന്താഗതികൾ ബുദ്ബുദം പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴും ഈ അവതാരകന്റെ പ്രൊഫഷണൽസും അത് തല്ലിക്കെടുത്തും എന്നതിനുള്ളത്. വിജയകുമാർ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയട്ടെ. ആളുകൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം കാണുമല്ലോ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആളുകളെ പറ്റി പറയുന്നത് നമ്മൾ രാഷ്ട്രീയം രാവിലെ പൊളിറ്റിക്കൽ അനിമൽ. അതെ, രാഷ്ട്രീയം. അപ്പൊ നമുക്ക് ജീവിതം മുഴുവൻ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത് മലയാളികളെ പറ്റി. അപ്പൊ അതില്ലാത്ത ആരുമില്ല. കുടിക്കുന്ന വെള്ളത്തിലുണ്ട്, ശ്വസിക്കുന്ന വായുവിലും, കഴിക്കുന്ന ആഹാരത്തിലും ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജോലിയിൽ കലർത്താൻ പാടില്ലല്ലോ. അതെ, അത് കലർന്നാൽ കഴിഞ്ഞല്ലോ, നമ്മളുടെ ഐഡന്റിറ്റി പോയി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ എല്ലാം പണിയെടുക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് പണിയെടുക്കത്തില്ല. ഇല്ല, എന്നാൽ നമ്മളുടെ മനസ്സിൽ വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ചിന്തകളും ഒക്കെ ഉണ്ട്. അതവിടെ കിടക്കട്ടെ. വിജയന്റെ ഒരു പടം തരണേ. ഞാൻ ഒരു വലിയ കാര്യം പറഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാനൊന്നും മിണ്ടുന്നില്ല. വിജയൻ പറയും. വിജയന്റെ വിജയൻ ഒന്ന് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞത് എത്രേ ഉള്ളൂ. അപ്പൊ അത് ഒരു നല്ല ശീലമാണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ 6-ാം വർഷത്തിന് നിലവിൽ എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം നമ്മൾ ഒരു കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ കൊണ്ട് മുറിക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ പ്രേക്ഷകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് ഇത് കാണുക. നിങ്ങൾ ഇതിൻ്റെ 6-ാം വർഷ നിറവിലാണ് ഈ കേക്ക്. ഈ കേക്കിൻ്റെ ഒരു ക്ലോസപ്പ് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ? അപ്പം മനോഹരമായിട്ട് നമുക്ക് എനിക്ക് വന്ന നമ്മുടെ 3 വനിതാരത്നങ്ങൾ കേക്ക് കട്ടിയും, അല്ലേ? 3 ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ആഷ്മിക്ക് ഒരു പേര് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി. കൈയടിച്ചോ. മാത്രമല്ല കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ഏറ്റവും പ്രായമുള്ള ആളെന്ന നിലയിൽ ഞാൻ PP ജെയിംസിന് കൊടുക്കുന്നു. ഇനി ബാക്കി അതേ ഉള്ളൂ. ഇത്രയും അന്തർദേശീയ നേതാക്കന്മാരെ കാണാതെ പറയുന്ന ഒരാളോട് നമുക്ക് ഓക്കെ. അപ്പൊ നമ്മള് ഇനി ആരാ വിതരണം? ആഷ്മി എല്ലാവരും ഒന്നിച്ചു വന്നേ. ഒന്നുകൂടെ ഒന്നിച്ചു വന്ന് ബെസ്റ്റ് കഴിക്കാനാണോ? അപ്പൊ എനിക്ക് തോന്നേ നമ്മുടെ ഇവിടെ ഒറ്റ ഗായകനല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടെ പാട്ടുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ പ്രേക്ഷകർക്കും നമ്മളിത് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു ഇടവേള എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ കേക്കൊക്കെ കഴിച്ചു തരുവാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം കഴിക്കുന്ന കേക്കായത്, അല്ലേ? 6 കൊല്ലത്തിന്റെ കരുത്തിൽ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആഷ്മി. ഒരു ഇഡലിയും ഒരു വടയും കഴിച്ചു രാവിലെ. കഴിച്ചല്ലേ? ഇത് എങ്ങനെ തിന്നുന്നു? വിജയേട്ടൻ 4 ഇഡലി കഴിച്ചു ഒറ്റയ്ക്ക്. 4 ഇഡലി ഏത്തപ്പഴവും അല്ല. വിജയൻ ഭക്ഷണപ്രിയനല്ല. മാത്രമല്ല വിജയന് കൂലി കാളെ വെച്ച് ഭക്ഷണം കഴിക്കുന്നു. റെഡി. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 24 6-ാം വർഷത്തിൻ്റെ നിറവിലാണ്. 6 കൊല്ലങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട്. പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു, ഒരു കുടുംബം പോലെ. നമ്മൾ ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടത്തി, ജില്ലാ സമ്മേളനങ്ങൾ നടത്തി. ഇനിയും ചില സർപ്രൈസുകൾ പുതിയ വർഷത്തിൽ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. അളമുട്ടിയ ചേരയിൽ നിന്ന്. അളമുട്ടിയ ചേരയും കടിക്കും എന്നുള്ളതല്ല, ഒരാൾ ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് രാവിലെ തന്നെ കേക്ക് മുറിക്കണോ SKN, എൻ്റെ കൊച്ചിരുന്ന് കരയുന്നു. ആ കൊച്ചിന് ഇത്തിരി കേക്ക് നമ്മുടെ പറ്റിലെഴുതിക്കോളൂ, അല്ലേ? അളമുട്ടിയ ചേരയും കടിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ, അത് തന്നെ കാര്യം. അപ്പോൾ തോമസ് കുട്ടി കലഞ്ഞൊരു 100 രൂപ ചിലവാക്കി യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ എന്നാലും വേണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ, ആതിര, സുജിത്ത്, അങ്ങനെ സോണി വർഗീസ്, സുലൈമൻ അബ്ദുൽ ഖാദർ, രഞ്ജിത്ത് കുമാർ, അബ്ദുൽ സലാം, ധന്യ അങ്ങനെ അതിനിടയ്ക്ക് ഇത് ഭാര്യയുടെ ടോപ്പാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം വിളിച്ച് കാണിച്ചു കൊടുത്തു. ഓക്കെ. ഇപ്പൊ പ്രവിത വിജയകുമാർ. ഇപ്പം നമുക്ക് ന്യൂസിലൻഡിൽ നിന്ന് ഒരു പ്രേക്ഷക വന്നിരിക്കുന്നു. ബീനയാണ്. ബീന, ഞങ്ങളുടെ ഗുഡ് മോർണിംഗ്.
ബീന ബീനയും കൂടെയുള്ളത് ആരാണ്? എന്റെ ഹസ്ബൻഡ്. അല്ല ഓക്കെ അല്ല കാര്യം എന്ന് വെച്ചാലേ നമ്മളിപ്പോ ഈ ന്യൂസിലൻഡിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ആണോ എന്ന് ഞാൻ സംശയിച്ച് ചോദിച്ചതാ. അല്ല ഇത് എന്റെ ഹസ്ബൻഡാ. ഹസ്ബൻഡ് ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് സ്വന്തം ഭർത്താവ് ഗുഡ് മോർണിംഗ്. സ്വന്തം ഹസ്ബൻഡാ. ഓക്കെ ഓക്കെ. ബീന ന്യൂസിലൻഡിൽ എത്തിയിട്ട് കുറെ കാലമായോ? ഞങ്ങൾ വന്നിട്ട് 20 വർഷമായി. നന്നായി. നീ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരുന്നില്ലായിരിക്കും, അവിടെ തന്നെ നിൽക്കുക. എവിടെയാ നാട്ടില്? ഞങ്ങള് നാട്ടില് ഇരുമേലി മുക്കൂട്ടുതറ. ഇരുമേലി. ഇപ്പം അവിടെ വല്ല തിരക്കുണ്ടോ ഇരുമേലിയിൽ? നല്ല തിരക്കാ. ഞങ്ങൾ വീട്ടിൽ വിളിക്കുമ്പോ കേൾക്കാം, പിന്നെ നിങ്ങളുടെ വാർത്തയ്ക്കകത്ത് കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ന്യൂസിലൻഡിൽ 24 ഒക്കെ കാണുന്നുണ്ടോ ആളുകള്? എന്റെ ഹസ്ബൻഡ് സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് 24. പിന്നെ സ്റ്റാർ മാജിക്. മനസ്സിലാക്കൂ, ഭർത്താവിനെ മനസ്സിലാക്കൂ. തങ്കം പോലത്തെ മനുഷ്യ. തങ്കം എന്തൊരു എളിമയാന്നറിയോ അദ്ദേഹത്തിന്റെ ജീവിതത്തില്. അടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ എളിമയല്ലേ? എന്നെ കെട്ടിയതിനു ശേഷം ആരായാലും എളിമയിലായി പോകും കേട്ടോ. കാര്യം ഞങ്ങളൊക്കെ തന്നെ ധാർഷ്ട്യമുള്ളവരായിരുന്നു. അതെല്ലാം പോയി, ആടപടലം വീണു എല്ലാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷം ഈ നിറവിൽ. അപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ വാക്കുകൾ തൊണ്ടേ കുരുങ്ങുന്നതല്ല, സാങ്കേതിക പ്രശ്നമാണ്. എന്തായാലും ബീനയ്ക്കും ബീനയുടെ ഹസ്ബൻഡിനും, കാര്യം 24 മാത്രം കാണുന്ന ഹസ്ബൻഡാണ്. നമ്മൾ കുത്തക പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലേ, ഇടയ്ക്ക് മറ്റു ചാനൽ കണ്ടോട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു ബീന. ന്യൂസിലൻഡിൽ നിന്നാണ്. ഇനിയിപ്പോൾ രാഹുൽ സുരേഷ് ചേരുന്നു. കാശ്മീർ സൗദി അറേബ്യ ജയിലിൽ കഴിയുന്ന മോചനം ഇന്ന് സാധ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മോചന വാർത്തയ്ക്കാണ് കാത്തിരിപ്പ്. നേരത്തെ തന്നെ അത് വരും എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എന്തുകൊണ്ടൊക്കെ കുറച്ചൊക്കെ വൈകി. എന്തായാലും ഇനി അത് വൈകില്ല, ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്നു പറഞ്ഞു. മിക്കവാറും കോടതി കൂടിയാണ്. പിന്നൊരു ഗവർണറേറ്റിൻ്റെ പെർമിഷൻ, അങ്ങനെ ചില കോടതി നടപടികൾ ബാക്കിയുണ്ട്. എന്തായാലും നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളികളും സംഭരിച്ചു കൂട്ടിയ പണം കൊണ്ട് ദയാദാനം കൊടുത്തു. വരും വിജയകുമാർ. അപ്പോൾ നമ്മൾ രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഓക്കെ, രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ആനിവേഴ്സറി. വിവാഹിതനാണോ? അല്ലല്ല, കല്യാണം ആലോചിക്കുന്നുണ്ടെന്നാ കേട്ടത്. നല്ല പയ്യൻ കേട്ടോ, പെൺകുട്ടികളെ പോയി ചൂണ്ടി കാണിച്ചു കാണും. രാഹുൽ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ പ്രതികരണം എന്താണ്? എല്ലാ ദിവസവും ഈ കോടതി കേസ് പരിഗണിക്കുന്ന ദിവസങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് കുടുംബാംഗങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ? ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. എല്ലാവരെയും പോലെ ഇന്ന് ഈ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മളും. ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 11:30യോടെയാണ് കേസ് പരിഗണിക്കുന്നത്. 12 മണിയോടെ ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ മോചന ഉത്തരവിന് വേണ്ടി ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ചേരുന്നത് റഹീമിന്റെ സഹോദരൻ നസീറും അതോടൊപ്പം തന്നെ റഹീം നിയമസഹായ സമിതി അംഗങ്ങളുമാണ്. ആദ്യം നമുക്ക് നസീറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. നേരത്തെ കേസ് പരിഗണിച്ചതാണ്, ഇന്ന് പക്ഷേ അന്തിമ ഉത്തരവിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ, ഒരു പ്രതികരണം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഹാപ്പി ആനിവേഴ്സറി ആശംസിക്കുകയാണ് 24-ന്റെ. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ റഹീമിന് വേണ്ടി ഇവിടെ കൂടുതൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ പ്രചരണം നടത്തിയ ഒരു 24 കൂടിയാണല്ലോ. അപ്പോൾ അതിനൊരു ആശംസ അർപ്പിക്കുകയാണ് ഇന്നത്തെ ആനിവേഴ്സറിക്ക് വേണ്ടി. അപ്പോൾ റഹീമിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ സിറ്റിങ്ങിൽ ഇന്നേക്ക് നീട്ടി വെച്ചതാണ്. അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ, ഒരു മോചന ഉത്തരവ് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ്. റഹീം നിയമസഹായ സമിതിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗദി കമ്മിറ്റിയിൽ കിട്ടുന്നൊക്കെ വിവരങ്ങളൊക്കെ ഇന്ന് അദ്ദേഹത്തിന് മോചനം ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഇന്ത്യൻ എംബസി ഔട്ട് പാസ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ വലിയ പ്രതീക്ഷയും വിശ്വാസത്തിലുമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വാസം. 12 മണിയോടെ ആ ഒരു വിവരം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 24 6ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അതേ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്നിച്ച് നമുക്ക് വൈകുന്നേരം ഒന്ന് വേണമെങ്കിൽ ലഡുവിധാനം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല. ഓക്കെ.
അവിടെ നടപടിക്രമങ്ങൾ, അതായത് റഹീമിന്റെ ജയിൽ മോചനം സംബന്ധിച്ച് ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ റഹീമിനെ കയറ്റി അയക്കാനുള്ള നിയമ നടപടികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. റഹീമിന്റെ ബാഗ് വരെ റെഡിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മോചന ഉത്തരവ് ഇന്നുണ്ടാകട്ടെ എന്നാണ് ഈ കുടുംബത്തെ പോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ്. എന്തായാലും ഞാൻ പ്രത്യേകിച്ച് ഫറൂഖിൽ പോയി ആ ഉമ്മയെ നേരിട്ട് കണ്ടിരുന്നു. റിയാദിലെ ജയിലിലാണ് 18 കൊല്ലമായി അബ്ദുൾ റഹീം ഉള്ളത്. റഹീം കരിപ്പൂർ വിമാനത്താവളം ഇറങ്ങി വരുന്ന ദിവസം ഉമ്മ സ്വപ്നം കണ്ട് അവിടെ കഴിയുകയാണ്. ഇടയ്ക്ക് റിയാദ് ജയിലിൽ പോയി മകനെ കാണാൻ ഉമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. ഇന്ന് കോടതി വിധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ വിമാനം കയറി അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങട്ടെ. മാത്രമല്ല കാശ്മീർ നമുക്ക് ശരിക്കും 34 കോടിക്ക് വേണ്ടി നടത്തിയ ഒരു കളക്ഷൻ നമ്മളതിനകത്ത് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവായിരുന്നു നമ്മൾ. എന്നാൽ അത് 44-45 കോടിയിൽ എത്തിയിട്ടുണ്ട്. മലയാളിയുടെ സ്നേഹം, അതെ, ആൾക്കാരെ ഒന്നായി. അപ്പോൾ ആ പൈസ റഹീം വന്നിട്ട് എന്ത് ചെയ്യണം തീരുമാനിക്കാം, ബാക്കി വരുന്ന പൈസ. അപ്പോൾ കാരണം ജനങ്ങളുടെ പൈസയാണല്ലോ, അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അത് നമുക്കും അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് നമ്മുടെ സിറിയയില് വലിയ സംഭവവാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. സിറിയനിലെ സർക്കാർ വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് ഒരു സ്വന്തം വിമാനത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു, രാജ്യം വിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെ ഡമാസ്കസ്, സിറിയയുടെ തലസ്ഥാനം വളഞ്ഞിരിക്കുകയാണ് വിമതസേനയുടെ പേര് HTS എന്നാണ്. ഹയാത്ത് തഹ്രീർ ഷമാം എന്ന വിമത സേന വളഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല അവിടുത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പുതിയ ഭരണത്തിന് വരാൻ ഞങ്ങൾ എന്ത് ചെയ്തു തരാൻ തയ്യാറാണ്. അമേരിക്കൻ പുതിയ പ്രസിഡന്റായി വരുന്ന ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു, സിറിയ നമ്മുടെ സുഹൃത്തല്ല, അതുകൊണ്ട് അവിടെ പോയി ഇടപെടാൻ പോണ്ട, അവിടെ മൊത്തം കുഴപ്പമാണ്. സിറിയയുടെ വിമതസേന പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇടപെടാൻ പാടില്ലെന്ന് ജോ ബൈഡനോട് വരാൻ പോകുന്ന പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല ഇറാന്റെ അത്യുന്നത നേതാവ്, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇറാനിലേക്കാണോ സിറിയൻ പ്രസിഡന്റ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഭരണം വീണു എന്ന് സാങ്കേതിക അർത്ഥത്തിൽ തന്നെ പറയാൻ പറ്റും. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ. ഡമാസ്കസിൽ മുഴുവൻ വെടിയൊച്ചകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം വിമതസേന വളഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കാരൊക്കെ അവിടെ നിന്ന് ഏതാണ്ട് പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ളവർ, റഷ്യയും ഇറാനുമാണ് സിറിയൻ സൈന്യത്തിനും പ്രസിഡന്റിനും പിന്തുണ നൽകിയിരുന്നത്. ഇറാൻ പിന്മാറി, റഷ്യ പിന്മാറി, റഷ്യയുടെ നയതന്ത്ര പ്രതിനിധികളെ മുഴുവൻ തിരിച്ചു വിളിച്ചു. മൊത്തത്തിൽ സിറിയ വിമതക്ക് കീഴടങ്ങിയിരിക്കുന്നു. 10-12 വർഷത്തെ വലിയ ആഭ്യന്തര കലാപത്തിനൊടുവിലാണ് വിമതസേന ഈ തരത്തിൽ ഇത് പിടിച്ചടക്കുന്നത്. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ആകാശ് ചോദിക്കുന്നു, ഈ ജനകീയ കോടതി ഇന്ന് ഡോക്ടർ സരിനും BRM ഷെഫറും ഉണ്ട്. ഡോക്ടർ സരിൻ, BRM ഷെഫർ, ഇവർക്ക് നടുവിൽ പാവം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ഒരു KSRTC ബസ്സിന്റെ പ്രൈവറ്റ് ബസ്സിന്റെ ഇടയിൽ ഞെരിഞ്ഞാമർന്ന കേസാണ്. സരിൻ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. BRM ഷെഫീർ അതിനേക്കാൾ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. രണ്ട് രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്നത് കട്ടക്ക് നിൽക്കുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നേ ഉള്ളൂ. ബാക്കി അവർ പറഞ്ഞു വല്ലാത്ത അവസ്ഥ തന്നെ. അപ്പൊ സൂപ്പർ സംഭവമാണ്. തീ പാറും അല്ലേ? തീ പാറും. അപ്പോൾ രാത്രി 7:30ക്കാണ് തീ പാറുന്ന തീ കോരിയെടുക്കാൻ നമ്മൾ ഉണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വിജയ? ഇവിടെ സുന്നി ഐക്യം അനിവാര്യമാണ് എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം മതത്തിൽ ഇടപെടരുത്, മതത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിയിലുമാണ് പോകേണ്ടത്. അപ്പോൾ ഗാന്ധിജി ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ദീപക് ധർമ്മടം കാന്തപുരവുമായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് കേൾക്കാം. ഉസ്താദിലേക്ക്. SKN വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ 6ാം പിറന്നാൾ വേളയിൽ, നമ്മുടെ ഈ വാർഷിക വേളയിൽ എക്കാലത്തും നമ്മുടെ അഭിധേയകാംക്ഷിയായ ഇസ്ലാം മത പണ്ഡിതൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24നൊപ്പം ചേരുകയാണ്. ഞങ്ങളോടൊപ്പം എല്ലാ വാർത്തകളും ശരിയായ നിലക്ക് ഒപ്പിയെടുത്ത് അത് നൽകുകയും ജനങ്ങളെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിൽ 24 ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഞങ്ങളെ എല്ലാവിധ കൃതജ്ഞതകളും അറിയിക്കുകയാണ്. ഈ ഐക്യം എന്നുള്ളത് എല്ലാ മേഖലയിലും, അത് മതങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്ന സമയമാണ്. പക്ഷേ എന്നാൽ വ്യത്യസ്തമായ പല സംഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഉസ്താദ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സുന്നി ഐക്യം അല്ലെങ്കിൽ മുസ്ലിം ഐക്യം
എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും ഒന്നാവുക എന്നതിനർത്ഥമില്ല. ഇവിടെ എപ്പോഴും ഫാസിസത്തെ ഇല്ലാതാക്കുകയും വർഗീയത ദൂരീകരിക്കുകയും ചെയ്യാൻ എല്ലാവരും ഒത്തുചേരുക എന്നാണ് ഐക്യം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സുന്നി ഐക്യത്തിന് ചിലർ ആ അവസരം പാഴാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉസ്താദ് ചോദിക്കുന്നത്. സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സുന്നികളും നല്ല കാര്യം ഇവിടെ നടപ്പിൽ വരുത്തുന്നതിനോട് യോജിക്കുകയും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഐക്യം. മറ്റ് ഐക്യമില്ലെങ്കിൽ ഒരാളൊന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയുക എന്ന് മറ്റൊരു കക്ഷിക്ക് തോന്നുകയും ചിലപ്പോഴൊക്കെ ചിലരില്ലെന്ന് അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, മറ്റൊരു കാര്യം, ഈ മതവും രാഷ്ട്രീയവും രണ്ടായി പോണം, മതകാര്യങ്ങളിൽ രാഷ്ട്രീയം ഇടപെടരുത് എന്നുള്ള പൊതുവിൽ ഒരു ചർച്ച നടക്കുന്നൊരു വേളയാണ്. ഉസ്താദിൻ്റെ ഇതിലുള്ള കാഴ്ചപ്പാട് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് തികച്ചും ശരിയാണ്. മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ മതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ യോജിച്ചു കൊള്ളണം എന്നില്ല. മതം മതമായി നിൽക്കണം, രാഷ്ട്രീയമായി നിൽക്കണം. താങ്ക് യു ഉസ്താദ്. SKN വളരെ കൃത്യമായി തന്നെ ഉസ്താദ് നമ്മുടെ ഈ പിറന്നാൾ വേളയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു. സുന്നി ഐക്യം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു, അതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയവും മതവും അതിൻ്റെ ധാരയിൽ അതിൻ്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണം, സംഘർഷമില്ലാതെ പോകണം എന്നുള്ളതാണ്. മർക്കസിൽ നിന്നും ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24. താങ്ക് യു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം എപ്പോഴും നമുക്കൊപ്പം ഉണ്ട്. മാത്രമല്ല ഈ 24 കാണണം എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അദ്ദേഹം ആവശ്യപ്പെടുക വരെ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 6ാം വർഷത്തിന് നിറവിൽ നിൽക്കുമ്പോൾ അങ്ങേപോലെ ഞങ്ങളെ യഥാർത്ഥത്തിൽ പക്ഷപാതത്തോടെ സ്നേഹിച്ച ആളുകളെ നമ്മൾ ഓർമ്മിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. കാരണം അതിനകത്തൊന്നും അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. 24 തുറന്നു പറഞ്ഞു അദ്ദേഹം, നിങ്ങൾ 24 കാണാൻ നല്ല ചാനലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, അത് ഉസ്താദ് മാറ്റി തന്നു, നല്ല ചാനലാണോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ റീത്തെ ഈ 6ാം കൊല്ലത്തെ നിറവിൽ നമ്മൾ ഇനി പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ വർഷത്തെ ഒരുക്കം? ആഘോഷത്തിന് അതെ, പിന്നല്ല കുറച്ച് ഒരുക്കം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കഴിഞ്ഞു. വലിയ സന്തോഷമുണ്ട്, ശരിക്കും സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. കാരണം നമ്മൾ ഈ ഇതിന്റെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്, അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ലത് എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകരാണ് നമ്മുടെ കരുത്ത്. ഈ ആഘോഷം പോലും നമ്മൾ പ്രേക്ഷകർക്കൊപ്പമാണ് ആഘോഷിക്കുന്നത്. ഈ ലഡു വിതരണമൊക്കെ നാട് മുഴുവൻ നടക്കുന്നുണ്ട്. അതുവഴി ലഡുപ്പെട്ടികളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ആളുകൾ തത്സമയം വരുന്നുണ്ട്. പിന്നെ വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ വാർത്ത തന്നെയാണ് പ്രധാനമെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മുടെ വാർത്തകൾ എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങുകൾ ഇഷ്ടം പോലെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. അത് വലിയ മാത്രമല്ല, പ്രേക്ഷകരോട് നമ്മൾ അഭിമാനപുരസ്സരം പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മളാണ് കൊടുക്കുന്നത്. കാര്യം നമ്മൾ വാർത്തയുടെ വിശദാംശങ്ങൾ കാത്തിക്കാറില്ല. നമ്മുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വാർത്ത വരുന്നതെങ്കിൽ നമ്മൾ അക്ഷണം നമ്മൾ ആ വാർത്ത കൊടുത്തു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ, നമ്മുടെ സ്ക്രീനിൽ എന്തും സംഭവിക്കും, എന്തും സംഭവിക്കും. അതിന് പോസിറ്റീവായിട്ട് ഗോപികൃഷ്ണനാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അറിയാം. ഗോപി, ഇന്നലെ എൻ്റെ കൂടെ ഒക്കെ പഠിച്ച എൻ്റെ കുന്നിക്കോട്ടെ ഒരു കക്ഷി വന്നിരുന്നു. PA തങ്ങൾ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് മലയാള സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹം ചേട്ടത്തി, മേയർ നായർ, ഇങ്ങനെയൊക്കെയുള്ള 2 സിനിമകൾ നമുക്ക് ഓർമ്മിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. വയലാറാവർമ്മ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. ആദിയിൽ വചനമുണ്ടായി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഈ ചേട്ടത്തി എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു മാന്ത്രികനുമൊക്കെ ആയിരുന്നു. ഈ PA അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഷബീർ കോയത്തങ്ങൾ. അതേ ഇന്നലെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. ഈ 6ാം വാർഷികം പ്രമാണിച്ച് വന്നല്ല, ചുമ്മാ വഴിതെറ്റി കയറി വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന് എന്നെ നിശ്ചിതമായി വിമർശിക്കാനും വളരെ സന്തോഷത്തോടെ പെരുമാറാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു സഹപാഠിയാണ്. അപ്പോൾ ഷബീർ പറഞ്ഞത്, ഈ മത്സരം കടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ കടുക്കുകയല്ലേ, മത്സരം നന്നായിട്ട് കടുക്കുകയാണ്, കടുക്കുന്ന മത്സരത്തിൻ്റെ ക്ഷീണമായി പോയി കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ 24 ഉണ്ടാക്കിയ മാതൃകകൾ അനുകരിച്ചാൽ പോലും അവർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ആത്മവിശ്വാസക്കുറവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക, അനുകർത്താക്കൾ പിന്നാലെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഗോപി ഒരു വാർത്താ മേധാവി എന്നുള്ള നിലയിൽ ഷബീറിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് കാണുന്നത്?
അല്ല എസ് കെ, ഞാൻ ഈ ഗാനഗന്ധർവൻ KJ യേശുദാസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ പാടുന്ന ഒരുപാട് പേരുണ്ട്, യേശുദാസിന്റെ ശബ്ദമുള്ള, ദാസേട്ടനെ പോലെ പാടുന്ന. പക്ഷെ അപ്പോൾ യേശുദാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഒറിജിനൽ അല്ലേ വില, ഒറിജിനൽ ആണല്ലോ വില, അപ്പൊ ഡ്യൂപ്ലിക്കേറ്റിന് സ്കോപ്പില്ല. അപ്പൊ എന്നായാലും ഒറിജിനൽ എന്ന് പറയുന്ന ബ്രാൻഡ് അത് അവിടെ നിലനിൽക്കും, അത് ആളുകൾ തിരിച്ചറിയും. ഒരുപക്ഷെ ആദ്യം ചിലപ്പോൾ ചില തിളക്കമൊക്കെ കണ്ട് ചില കൺഫ്യൂഷൻസ് ഒക്കെ ആളുകൾക്കുണ്ട്, പക്ഷെ അവസാനം ഒറിജിനൽ ഏതാണെന്നുള്ളത് തിരിച്ചറിയും. ഇപ്പൊ നമ്മൾ എന്താണ് ദൃശ്യമാധ്യമ രംഗത്ത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നത് വെറുതെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയല്ല, പരസ്യവാചകമല്ല, പ്രേക്ഷകർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് അനുകർത്താക്കൾ ഉണ്ടായത്. പിന്നെ ശരിയോ അത് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. ഒരു മൊബൈൽ നിങ്ങൾ കൈകൊണ്ടെടുത്താൽ 24 നിങ്ങൾക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. കാര്യം ഇങ്ങനെ പിടിക്കുന്ന ഈ മൊബൈൽ എത്ര വർഷമായി നമ്മൾ പിടിച്ചോണ്ടിരിക്കുക. അല്ല, നമ്മുടെ ശൈലിയിൽ മാത്രമല്ല, നമ്മളൊരു സാമൂഹിക പ്രതിഭ കണക്ട് 24 കണക്ട് എന്ന നമ്മുടെ ആശയം തന്നെ പ്രേക്ഷകരെ നേരിട്ട് കണക്റ്റിംഗ് മലയാളീസ് ആണ്. അതുപോലെ ഇപ്പോ എസ് കെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ വീടില്ലാത്ത ഒരു കേസ് നമ്മുടെ വന്നു. നമ്മൾ ആ കാര്യം അതിന് ജെനുവിനാണോ ആ കേസ് എന്ന് അന്വേഷിച്ച് നമ്മൾ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് വീട് വെച്ച് കൊടുക്കുന്നുള്ള നമ്മുടെ ആഗ്രഹം. അതെ, അപ്പൊ ഒരു ജൈവ ബന്ധം, സമൂഹവുമായിട്ടുള്ളൊരു ജൈവ ബന്ധം ഒരു മാധ്യമം എന്ന ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ അത് പുലർത്തുന്നതാണ്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗോപികൃഷ്ണൻ. വിജയകുമാർ, യു ആർ എൻ ആങ്കർ നൗ. നമ്മുടെ വിജയനോട് ഞാൻ ചോദിക്കുന്നില്ല. പ്രിയതലക്ഷ്മി, അപ്പോൾ എത്ര കൊല്ലമായി ഇവിടെ? 6 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോ എത്ര കൊല്ലം കഴിയാൻ സാധ്യതയുണ്ട്? അതറിയില്ല. എന്ത് സംഭവിക്കാം, അപ്പൊ എന്തും സ്ക്രീനിൽ സംഭവിക്കാം അല്ലേ? അപ്പൊ ഈ 6 കൊല്ലത്തിനിടയിൽ തോന്നിയ സന്തോഷം എന്താ? 6 കൊല്ലത്തിനിടയിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. ഇപ്പം പ്രൊഫഷണൽ ലൈഫിലാണ്, ഞാൻ മുൻപ് ഇത് പറഞ്ഞിട്ടുള്ള, ഞാൻ ഇവിടെ അധികാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്ന ആളല്ല. വന്ന് 1 വർഷമൊക്കെ നിന്ന് പോവാം, 1 വർഷമൊക്കെ നിന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ അത് 6 വർഷമായി എന്നെ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിലും അതോടൊപ്പം തന്നെ ഞാൻ കാരണം ഈ പണിയൊക്കെ നിർത്തി പോയതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതിലേക്ക് വരും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അത് ഒരു വലിയ അവസരം മാത്രമല്ല, 24 ഒരുപാട് പുതുമ കൊണ്ടുവന്ന ഒരു ചാനലാണ്. അത് പ്രേക്ഷകർക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ആങ്കേഴ്സിനെ പറ്റി പറയാം, ഇവിടെ അവസരം ലഭിക്കാത്ത ഒരാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം പുതിയ കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു പ്രിയദലക്ഷ്മി. പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് ഒരു കാര്യം വിശ്വസിക്കാം, നമ്മുടെ ഈ പ്രതിഭകൾ തമ്മിൽ കൂടിച്ചേരുന്ന സംഗമ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുശുമ്പ്, കുന്നായ്മ, അസൂയൊക്കെ വരാം. ചിലപ്പം വ്യക്തി ഈഗോ ക്ലാഷുകൾ ഇങ്ങനെ അതൊക്കെ വരാം. അതൊക്കെ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമം എപ്പോഴും ട്വൻ്റി ഭാഗത്തുണ്ട്. കാര്യം പ്രേക്ഷകർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും കരുത്തുമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. KR ഗോപികൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന് ചില മുറിവിളികൾ ഉയരുന്നു. അതെ, ഡൽഹിയിൽ നിന്നുള്ള മുറിവിളിയിലേക്ക് നമുക്ക് പോകാം. ഡൽഹി ടീം, ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി ടീം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ബൽറാം, 6ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും, അവിടെ ഡൽഹി മലയാളികളും ഇതേ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ, എന്തൊക്കെയാണ് അവിടുത്തെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ, SKN, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ പിറന്നാൾ ആഘോഷം തന്നെയാണ് ഡൽഹിയിലും ഏറ്റവും പ്രധാനം ഇന്ന്. നമ്മളോടൊപ്പം മുഴുവൻ ടീമും ഇവിടെയുണ്ട്. വിനീത VG, R അച്യുതൻ, എല്ലാവരുമുണ്ട്. ഇന്ന് നമ്മൾ മധുര വിതരണമുണ്ട്, അതിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു മോർണിംഗിലെ ഈ ഒരു ഷോ കഴിഞ്ഞാൽ പിന്നീട് മധുര വിതരണത്തിലേക്ക് ഇറങ്ങുന്നു. ഡൽഹി മലയാളികളുടെ ഒപ്പം തന്നെ ഡൽഹി സന്ദർശിക്കാനെത്തിയ മലയാളികളുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലുണ്ട്. ഇന്നും വളരെ തിരക്കേറിയ ഒരു വാർത്താ ദിവസം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളിലേക്ക് പോകാം. വിനീത VG ഇപ്പോൾ 4 വർഷത്തോളം ആവുന്നു. എങ്ങനെയുണ്ട് ഡൽഹി? ഡൽഹിയിൽ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ്, കൊച്ചി ബ്യൂറോയിലായിരുന്നു. ഡൽഹിയിലേക്ക് ഞാൻ വരുമ്പോ ഇപ്പൊ ഈ തണുപ്പിന്റെ ഒരു ബൽറാം, വിനീത VG ഇപ്പോ എന്റെ ഭാര്യയാണെന്നല്ലേ പറയേണ്ടത്? പ്രേക്ഷകർക്ക് അതൊക്കെ അറിയാം. ഭാര്യയും ഭർത്താവിനെ കൊണ്ട് ഡൽഹിയിൽ ഇറക്കിയെന്നൊക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. മണിപ്പൂരിൽ പോയിട്ട് വിനീത രക്ഷപ്പെടുന്നത് നാണമല്ല സാർ. ഇപ്പൊ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കൊളീഗ്സ് എന്ന നിലയിലായതുകൊണ്ട് ചോദിച്ചതാണ് ഔപചാരികമായിട്ട്. ഇനി R അച്യുതനുണ്ട്. അച്യുതൻ, എങ്ങനെയുണ്ട് 24? എൻ്റെ ഇത് രണ്ടാമത്തെ, ഞാൻ വന്നതിന് ശേഷം 2ാമത്തെ വാർഷികമാണ്. 24ലേക്ക് വന്നത് തന്നെ ഒരു മൊത്തത്തിൽ നമ്മുടെ എല്ലാവരും, എല്ലാ ടീമും, നാട്ടിലെ ആണെങ്കിലും നമ്മുടെ ആങ്കേഴ്സ് ആണെങ്കിലും റിപ്പോർട്ടർ, എനർജറ്റിക് ഉള്ള ഒരു ചാനലാണ്. ഡൽഹിയെ സംബന്ധിച്ച് നമ്മളെങ്ങനെ തിരക്ക് പിടിച്ച യാത്രകളിലൂടെ മുന്നോട്ട് പോകുന്നു, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ വാർഷികത്തിൽ നമ്മൾ തിരക്ക് പിടിച്ചൊരു ദിവസത്തിലായിരുന്നു. നമ്മളന്ന് കേക്ക് കട്ട് ചെയ്യുന്ന പോലും രാത്രിയാണ്.
അപ്പൊ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാണാം. 10 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരക്കേറിയ ദിവസം തന്നെയാണ്. SKN ഇന്ന് പതിവ് പോലെ തന്നെ ഡൽഹി തിരക്കേറിയ ഒരു ദിവസമാണ്. അതിനിടെ വിനീതയ്ക്ക് എന്തോ കൂടുതൽ പറയാനുണ്ട്, SKN എന്തോ ചോദിക്കാനുണ്ട് ഇടയിൽ. SKN വിളിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, വിനീതയോട് ചോദിക്കാനിരുന്നത് മണിപ്പൂരിൽ പോയ അനുഭവത്തെക്കുറിച്ചാണ്. കാരണം മനോഹരമായ റിപ്പോർട്ടിംഗ് ആയിരുന്നു. കുക്കി മെയ്തയുടെ ഒളിത്താവളങ്ങളിൽ പോയി സാഹസികമായിട്ട് റിപ്പോർട്ട് എടുത്തു. ഒപ്പം തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രിയെ മറ്റു വിഭാഗത്തിന് എവിടെയും പോയി, കുക്കി ആൻഡ് മെയ്തി രണ്ടിടത്തും പോയി. അത് വലിയൊരു റിപ്പോർട്ടിങ്. ഞാൻ ഓർക്കുന്നത് CNN-ന്റെ അനിത പ്രതാപ് പോയിട്ട് ശ്രീലങ്കയിൽ പുലി പ്രഭാകരനെ ആർക്കും ഇന്റർവ്യൂ കിട്ടിയിരുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ ബൈ അനിത പ്രതാപ്. അതുപോലെ അനുസ്മരിപ്പിക്കുന്ന ഒരു അഭിമുഖമായിരുന്നു. സോ കൺഗ്രാജുലേഷൻസ് വിനീത. ഒന്ന് പറയാമോ, എൻ്റെ അനുഭവം 2 വാക്ക് പറയാമോ? വിനീതയ്ക്ക് PB ജെയിംസ് സാറിന്റെ ഒരു ആശംസകൾ അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മണിപ്പൂരിൽ പോയ അനുഭവം, അവിടെ ചെയ്ത നേരത്തെ പല അനിതാ പ്രതാപ് ഒക്കെ ചെയ്തതുപോലെ തന്നെ കുക്കി മെയ്തേ വിഭാഗം മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ പറ്റി. നല്ല ഗംഭീര റിപ്പോർട്ടിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ആശംസയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മണിപ്പൂരിലെ അനുഭവം? മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് കൂടി പേഴ്സണലി കിട്ടിയ ഒരു വലിയൊരു അനുഭവമാണ്. അതിന് ഞാനാണ് മുഴുവൻ പേരോടും, SKNോടും നമ്മുടെ ജെയിംസ് സാറിനോടും എല്ലാവരോടും ഞാൻ അങ്ങനെ ഒരു നന്ദി കൂടി പറയുകയാണ്. എനിക്ക് നല്ലൊരു അവസരം തന്നതിന് അങ്ങനെ ഒരു നന്ദി കൂടി പറയുകയാണ്. എനിക്ക് മാക്സിമം നമുക്ക് നന്നായി ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചത്. ഈ മറ്റ് ചാനലുകളൊക്കെ പോയിട്ട് നമുക്ക് അവർക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത ചില മേഖലകളിൽ കൂടി നമുക്ക് എത്തിപ്പെടാനും എന്താണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഒപ്പം നമ്മുടെ മുഴുവൻ ടീം, ഇപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിനൊക്കെ അവിടെ നിരോധനമായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് മണിക്കൂറുകളോളം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് ഇതൊക്കെ ഇൻജസ്റ്റ് ചെയ്തത്. നമ്മളപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അസൈൻമെന്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കിലേക്കോ ഒക്കെ വിളിക്കുമ്പോൾ അവരും നമുക്കൊപ്പം നിന്ന് ആ സമയത്ത് നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ കഴിയുമോ അങ്ങനെ മുഴുവൻ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കിത്തന്ന് നമുക്കൊപ്പം നിന്ന ആളുകളാണ്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ടീം വർക്ക് തന്നെയാണ് നമുക്ക് മണിപ്പൂരിൽ അനുഭവിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും നന്ദി. ജെയിംസ് സാർ, എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ. ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ തിരക്കുകളിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, താങ്ക് യു. മണിപ്പൂർ വല്ലാത്തൊരു അനുഭവം. കാരണം അനിതാ പ്രതാപ് എന്നൊക്കെ BP പറഞ്ഞ പോലെ. അല്ല, ഒരു കാര്യമുണ്ട്. അവർ പോയ സമയത്ത് ശരിക്കും ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ തടഞ്ഞു വെച്ചു, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പൊ അവിടെ പോയി നമ്മുടെ ഒരു ജേർണലിസ്റ്റ് ഇത്രയൊക്കെ ചെയ്തു വലിയ സംഭവം PP ജെയിംസിനെ വല്ലാതെ സ്വാധീനിച്ചെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തീരുമാനം എടുത്താലോ? മണിപ്പൂരിൽ ഇനി ഒരു റിപ്പോർട്ടിങ്ങിനോട് ആവശ്യമായി വന്നാൽ ഞാൻ പോകാൻ തയ്യാറാണ്. മണിപ്പൂരിൽ പോകും. ഞാൻ SKനോട് എന്നും പറയാറുണ്ട്, ഞാൻ എവിടെ വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുത്തോളൂ സിറിയക്ക്. അല്ല, സിറിയക്ക് ഇനി ടിക്കറ്റ് വിമാനം അവിടെ ലാൻഡ് ചെയ്യുമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. പിന്നെ വിസയും കൂടി വേണം. PP ജെയിംസ് സഞ്ചരിക്കുന്ന വിമാനം മിക്കവാറും ആകാശത്ത് ഇന്ത്യ എന്താ പറഞ്ഞേക്കുന്നറിയോ? ഇന്ത്യക്കാരോട് ഈ ബൽറാം ക്യാമറയ്ക്ക് മുന്നിൽ അത്ര പൊതുവിൽ ഒരു ചെറിയ ഗൗരവക്കാരനാണ് ബൽറാം. അപ്പൊ ഈ അടുത്തൊരു മോർണിംഗ് ഷോക്ക് SKN ആദ്യം വിനീതയുടെ ലൈവ്, അത് കഴിഞ്ഞ് ബൽറാമിന്റെ ലൈവ്. ബൽറാം കുറച്ച് ഗൗരവത്തിൽ വലിയ വാർത്തയാണ്. അപ്പോൾ SK മൈൻഡപ്പ് ചെയ്യുന്നത് ഓക്കെ വിനിത അങ്ങോട്ട് പോകുന്നു, ഇനി ഡൽഹി കാണാൻ പോകുന്നത് ബൽറാം വിനിത സമാഗമം എന്ന് പറഞ്ഞ് നിർത്തുക. അവന്റെ മുഖത്ത് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു പ്രത്യേകമാവും. ഒരു കാര്യം കൂടെ പറയാൻ തോന്നുന്നു എനിക്കും പ്രഞ്ചേട്ടനും. കാരണം ഞങ്ങള് ഇവിടെ 24-ൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പാടാമെന്നൊക്കെ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു വാർത്താ ചാനലിലൊക്കെ പാട്ട് പാടാനൊക്കെ അവസരം തരിക എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ വാർത്ത കൊടുക്കുന്ന സമയം കൂടി ഇനി പാട്ടാക്കി മാറ്റുമെന്നില്ല. ബൽറാമിന്റെ കാര്യം ഒരു കാര്യം കൂടെ പറയാം. അന്ന് ഒരു പാട്ട് പാടിയപ്പോ അത് ബൽറാം സ്റ്റാറ്റസ് ഇട്ടു വാട്സാപ്പിൽ. അപ്പൊ നമ്മൾ പാട്ട് പാടിയപ്പോ ആ പാട്ടിന് ഞാൻ പാടിയിട്ടില്ല, ഞാനും പ്രവൃത്തി. അപ്പൊ ആ പാട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ഡൽഹിയിലുള്ള ഒരു ഒഡീഷ TV ചാനൽ, അതിന്റെ ഒരു പ്രതിനിധി, ഒരു റിപ്പോർട്ടർ ബൽറാമിനോട് ചോദിച്ചു ഇതെന്താ സംഗതി എന്ന് ചോദിച്ചു. അപ്പൊ ബൽറാം കാര്യം പറഞ്ഞു, ഇത് നമ്മുടെ ആങ്കറാണ്, അപ്പം ന്യൂസ് ഫ്ലോറിൽ പാടാണ്. അപ്പം അവർ ചോദിച്ചു ഇയാൾ എന്തിനാണ് ഈ ന്യൂസ് ആങ്കർ എന്തിനാണ് ന്യൂസ് ഫ്ലോറിൽ പാടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്, ഈ ഷോ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ പുള്ളി എങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ, ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പം മിക്കവാറും ഒഡീഷ TV ചാനലിൽ ആ പരിപാടി കാണണം. അല്ല, മാത്രമല്ല പ്രജിൻ തമിഴ്നാട്ടിലെ 1-2 വാർത്താ ചാനലിൽ എത്തിച്ചപ്പോൾ നമ്മുടെ എല്ലാ 100 ന്യൂസ് ഉൾപ്പെടെ എല്ലാം അവിടെ ഇതിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ പ്രജിൻ്റെ പാട്ട് കാണുമല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ അവരോട് മനസ്സാൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രജൻസി കണ്ണില്ലല്ലോ, നിങ്ങൾ എന്തൊക്കെ അനുകരിച്ചാലും
പ്രജിൻസി കണ്ണൻ അഹങ്കാരമാണല്ലോ ഓക്കേ. അത് നമ്മുടെ ഒരു അഹങ്കാരോ ധാർഷ്ട്യോ അതെ അതെ നമ്മുടെ പാട്ടിന് തലപ്പകം കണ്ണൂരുകാരിൽ നിന്ന് പറയുന്നുണ്ടാവും ഇങ്ങനെ തള്ളല്ലേ ചേട്ടാ ഓക്കെ